ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പുതിയ സീരീസിൻ്റെ തുടക്കമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ കോഴ്സായിട്ടുള്ള വ്യാകരണ പഠനത്തിലെ അധ്യായങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻസും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അത് നമ്മുടെ ചാനലിന് റീച്ച് കൂടാനും എനിക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ചെയ്യാനും പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ അധ്യായം വ്യാകരണ നിർവചനം എന്നുള്ളതാണ്. എന്താണ് വ്യാകരണം? ഒരു ഭാഷയുടെ ഘടനയെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് വ്യാകരണമാണ്, അല്ലേ? ഒരു ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന പദങ്ങളും വാക്കുകളും വാക്യങ്ങളും ഒക്കെ ശരിയായ രീതിയിൽ ആശയവിനിമയത്തിനായി ഉപയോഗിക്കണമെങ്കിൽ ചില നിയമവ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഈ നിയമവ്യവസ്ഥ അനേക വർഷങ്ങൾ കൊണ്ട് ഒരു ഭാഷാ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നതും ആ ഭാഷാ സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുകയും പാലിച്ചു പോരുകയും ചെയ്യുന്നതാണ്. ഈ നിയമങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വ്യാകരണ പഠനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മാതൃഭാഷയ്ക്ക് പുറത്തുള്ള ഒരു ഭാഷ പഠിക്കുന്നത് ഇന്നത്തെ ലോകക്രമത്തിൽ മറ്റ് ഭാഷാ സമൂഹങ്ങളിലുള്ള വ്യക്തികളുമായും സ്ഥാപനങ്ങളുമായും ഒക്കെ ഇടപഴകുന്നതിന് പ്രഥമമായി ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് വ്യാകരണ പഠനത്തിൻ്റെ പ്രസക്തി വ്യക്തമാക്കുന്നുണ്ട്. വ്യാകരണ നിയമങ്ങൾ പക്ഷേ എല്ലാ കാലത്തേക്കും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല. കാലക്രമേണ അതിൽ മാറ്റങ്ങൾ വരികയും ഭാഷാ നിയമങ്ങൾ പരിണാമങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. പദങ്ങൾക്ക് സംഭവിക്കുന്ന അർത്ഥവ്യതിയാനങ്ങൾ, വിഭക്തികൾക്ക് സംഭവിക്കുന്ന ലോപങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് സ്വീകരിക്കുന്ന പദങ്ങൾ, ഇവയൊക്കെ വ്യാകരണ നിയമങ്ങൾ മാറ്റത്തിന് വിധേയമാകാൻ നിർബന്ധിക്കുന്നു. മലയാള വ്യാകരണത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായ വ്യാകരണ ഗ്രന്ഥങ്ങളെല്ലാം ഒന്നുകിൽ തമിഴ് അല്ലെങ്കിൽ സംസ്കൃതം, അതുമല്ലെങ്കിൽ യൂറോപ്യൻ ഭാഷാശാസ്ത്രം എന്നീ 3 വഴികളിലുള്ള വ്യാകരണ പദ്ധതികളെയാണ് അവലംബിച്ചത്. അതിന് കാരണം എന്താണ്? മലയാളത്തിന് വ്യാകരണ ഗ്രന്ഥം രചിച്ചവർ തമിഴ് വ്യാകരണ പണ്ഡിതരോ സംസ്കൃത വ്യാകരണ പണ്ഡിതരോ അതുമല്ലെങ്കിൽ യൂറോപ്യൻ ഭാഷാ പണ്ഡിതരോ ആയിരുന്നു എന്നതായിരുന്നു. എന്നാൽ കേരള പാണിനീയം ഈ 3 വ്യാകരണ പദ്ധതികളെയും അനുവർത്തിച്ചു എന്നുള്ളതാണ് വ്യത്യാസം. ഒരു ഭാഷ പ്രത്യേകമായി നിലനിൽക്കുന്നു എന്നതിനർത്ഥം എന്താണ്? അതിന് സ്വന്തമായി ഒരു വ്യാകരണമുണ്ട് എന്നുള്ളതാണ്. ആധുനിക ഭാഷാശാസ്ത്രം പല ഭാഷാ അപഗ്രഥന രീതികളും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 രീതികൾ ഇവിടെ പറയുന്നു. അതില് വരുന്നത് ഏകകാലികം, ബാഹുകാലികം, താരതമ്യാത്മകം തുടങ്ങിയവയാണ്. ഒരു നിശ്ചിത കാലത്തിൽ ആ ഭാഷ എങ്ങനെ വ്യവഹരിക്കപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നതാണ് ഏകകാലികം. ഇതിന് അഭ്യൂഹികം എന്നും പറയുന്നുണ്ട്. കേരള പാണിനീയം 1-ാം പതിപ്പ് ഈ ഒരു രീതിക്ക് പ്രാധാന്യം കൊടുത്ത് എഴുതപ്പെട്ടതാണ്. അഭ്യൂഹികമായ രീതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കേരള പാണിനീയം 1-ാം പതിപ്പ് എഴുതപ്പെട്ടത്. നിലവിലുള്ള ഭാഷയുടെ പ്രയോഗങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന ഭാഷാ നിയമങ്ങളെ രേഖപ്പെടുത്തുക മാത്രമാണ് അത് ചെയ്യുക. സംസ്കൃതത്തിലെ പ്രഖ്യാതമായ പാണിനീയത്തെയാണ് AR ഇതിനായിട്ട് ഉപയോഗിച്ചത്. എന്നാൽ കേരള പാണിനീയം 2-ാം പതിപ്പിൽ അദ്ദേഹം ആ രീതി പാടെ ഉപേക്ഷിച്ച് ആഗമിക രീതി സ്വീകരിച്ചു. ഇതിന് ബഹുകാലിക രീതി അല്ലെങ്കിൽ ചരിത്രാത്മക രീതി എന്നൊക്കെ പറയും. ബഹുകാലികം എന്നാൽ
നാളിതുവരെയുള്ള ഭാഷയുടെ ഉൽപ്പത്തി വികാസങ്ങളെയും പരിണാമ ചരിത്രങ്ങളെയും ആസ്പദമാക്കിയുള്ള വ്യാകരണമാണ്. ഭാഷയുടെ ചരിത്രത്തെ ആസ്പദമാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ചരിത്രാത്മകം എന്നും പേരുണ്ട്. വ്യാകരണ ചരിത്ര രചനയ്ക്ക് ഏറ്റവും അഭികാമ്യം ആഗമിക രീതിയാണെന്ന് AR പറയുന്നുണ്ട്. ഇന്ന് വ്യാകരണ അധ്യാപനത്തിന് പൊതുവെ സ്വീകരിക്കുന്നത് ആഗമന രീതിയാണ്. ഒരേ കുടുംബത്തിൽപ്പെട്ട ഭാഷകളുടെ താരതമ്യാത്മക വ്യാകരണമാണ് മൂന്നാമത്തെ രീതി. റവറന്റ് റോബർട്ട് കാൾഡ്വെല്ലിന്റെ എ കമ്പാരേറ്റീവ് ഗ്രാമർ ഓഫ് ദ ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്ന ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം 1856 എഴുതപ്പെട്ടതാണ്. ഈ ഒരു ഗ്രന്ഥം ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണത്തിന്റെ ഏറ്റവും നല്ല മാതൃകയാണ്. ഉത്തരേന്ത്യയിലുള്ള ബ്രാഹ്മി കൂടാതെ 12 ഭാഷകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്രാവിഡം എന്നൊരു ഭാഷാ ഗോത്രം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കാൽഡ്വെലാണ്. അപ്പോ ഭാഷാ ഗോത്രങ്ങളാണ്, ഒരേ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളെ കണ്ടെത്താനും അവയെ താരതമ്യം ചെയ്ത് ആ ഭാഷകൾ എങ്ങനെ രൂപപ്പെട്ടു, അവയിലെ പ്രധാന വ്യത്യാസങ്ങളും സാമ്യങ്ങളും എല്ലാം കണ്ടെത്തുകയും എന്നിട്ട് അവയുടെ വ്യാകരണം താരതമ്യാത്മകമായി പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മൂന്നാമത്തെ താരതമ്യാത്മക വ്യാകരണം എന്ന് പറയുന്ന രീതി. പണ്ടുണ്ടായിരുന്നത് നിഗമന രീതിയെന്നും നിർദ്ദേശാത്മക രീതിയെന്നും അഭ്യൂഹികമെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന ഈ ഒരു ഏകകാലിക രീതിയായിരുന്നു. ഒരു ഭാഷയുടെ ഘടനയെക്കുറിച്ച് അപഗ്രഥനം നടത്തി അതിലെ ശരി തെറ്റുകളെ വേർതിരിച്ച് കാണിച്ച് നിയമപരമായി ശരിയായ പ്രയോഗങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് പാരമ്പര്യമായി ഉപയോഗിച്ചു പോന്നിരുന്നത്. എന്നാൽ അത് ശരിയായ രീതിയല്ലെന്നും ഒരു ഭാഷ എങ്ങനെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതിന് പകരം എങ്ങനെയെല്ലാം ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് ശരി എന്നതാണ് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പക്ഷം. ഇനി വാമൊഴി എന്നാൽ സംസാര ഭാഷയാണെന്നും നിങ്ങൾക്കറിയാം. വരമൊഴി എന്നാൽ എഴുത്ത് ഭാഷയാണെന്നും നിങ്ങൾക്ക് അറിയാം. എന്നാൽ വരമൊഴിയോട് ഏറെ അടുത്തു നിൽക്കുന്ന ഭാഷയാണ് മാനക ഭാഷ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയും. ഇത് ഔപചാരിക സന്ദർഭങ്ങളിൽ സാമാന്യമായി ഉപയോഗിക്കുന്നതും ദേശഭേദങ്ങൾക്കപ്പുറം സ്വീകാര്യമായ ഭാഷാരീതിയാണെന്നും പറയാം. പരമ്പരാഗത വ്യാകരണ രീതിയിൽ ഈ മാനക ഭാഷയെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ വേദാംഗങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, കൽപ്പം, ജ്യോതിശാസ്ത്രം, ഇങ്ങനെ വേദ പഠനത്തിനാവശ്യമായ 6 അനുബന്ധ പഠന ശാഖകളിൽ ഒന്നായി അന്ന് വ്യാകരണം ഉണ്ടായിരുന്നു. ഇവയിൽ ശിക്ഷ, വ്യാകരണം, നിരുക്തം ഇവയൊക്കെ ഭാഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്രയും പ്രാധാന്യം വ്യാകരണത്തിന് പരമ്പരാഗത വേദ പഠന മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാക്യം എന്ന വലിയ തലത്തിൽ നിന്ന് വർണ്ണം എന്ന ചെറിയ തലത്തിൽ വന്ന് അവസാനിക്കുന്നതായിരുന്നു അന്നത്തെ അപഗ്രഥനങ്ങൾ. എന്നാൽ ഇന്ന് അത് നേരെ വിപരീതമാണ്. വർണ്ണം എന്ന ചെറിയ തലത്തിൽ നിന്ന് തുടങ്ങി വാക്യം എന്ന വലിയ തലത്തിൽ അവസാനിക്കുന്ന ഉദ്ഗ്രഥന രീതിയാണ് ഇന്നുള്ളത്. അപഗ്രഥന രീതിയല്ല, ഉദ്ഗ്രഥന രീതിയാണ് ഇന്നുള്ളത്. ഇതോടെ വ്യാകരണ നിർവചനം എന്ന ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും ചുരുക്കിയ രൂപത്തിലുള്ള പ്രധാന പോയിന്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA മലയാളം 1ാം സെമസ്റ്ററിലെ വ്യാകരണ പഠനം എന്ന കോഴ്സിലെ അടുത്ത അധ്യായം വ്യാകരണ ചരിത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റും ലൈക്കും ഒന്നും ഇടാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അത് വീഡിയോക്ക് റീച്ച് കൂടാനും ഇനിയും വീഡിയോ ഇടാൻ എനിക്ക് പ്രചോദനമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി, സ്നേഹം, ബൈ.